നമസ്കാരം. പണ്ട് VS അച്യുതാനന്ദനെ വെട്ടിനിരത്തി ഒതുക്കിയിട്ടും തെരഞ്ഞെടുപ്പാകുമ്പോൾ കുളിപ്പിച്ച് കുട്ടപ്പനായിട്ട് തെരഞ്ഞെടുപ്പ് വേദികളിൽ കൊണ്ടുപോയി CPM വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി പ്രസംഗിപ്പിച്ചത് നമുക്ക് ഓർമ്മയില്ലേ? ഏതാണ്ട് അതേ പാതയിലേക്ക് CPM വീണ്ടും എത്തുകയാണ്. ഇക്കുറി ആലപ്പുഴയിൽ G സുധാകരനാണ് അഭിനവ VS അച്യുതാനന്ദൻ. ആലപ്പുഴയിൽ G സുധാകരന് ഉള്ള ഒരു ഹോൾഡ് തീർച്ചയായിട്ടും CPM പിണറായി വിജയനും നന്നായിട്ട് അറിയാം. എങ്ങനെങ്കിലും അദ്ദേഹത്തെ ഒതുക്കി നിർത്തിയിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ അവിടെയൊക്കെ തന്നെ പ്രചാരണത്തിന്റെ ചുമതല ഇദ്ദേഹത്തിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നു എന്ന കാര്യമാണ് പുറത്തു വരുന്നത്. നേരത്തെ ഇദ്ദേഹം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തില്ല, ഇദ്ദേഹം പലയിടത്തും പ്രസംഗിക്കാൻ വിളിച്ചിട്ട് ചെന്നില്ല തുടങ്ങിയ പരാതി ഉന്നയിച്ച് ഇദ്ദേഹത്തെ ഏതാണ്ട് പൂർണ്ണമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും അതുപോലെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിരുന്നു. അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്തില്ല. ഇവിടെ ഒതുക്കലാണ് നടക്കുന്നത്. ഏകാധിപത്യം ഉണ്ട് എങ്കിലും ഒതുക്കലാണ്. കാരണം തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ പല തരത്തിലുള്ള കളികളും കളിക്കണം. അതിന്റെ ഭാഗമായി സുധാകരനെ കൂടി ഇതിൽ പെടുത്തുകയാണ്. അതുപോലെ ഒതുക്കപ്പെട്ട മറ്റൊരു നേതാവാണ് കോട്ടയത്തെ K സുരേഷ് കുറുപ്പ്. അദ്ദേഹത്തെയും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇല്ലെങ്കിൽ ജയിക്കില്ല. കോട്ടയത്ത് വേറെ ആര് നിന്നാലും ജയിക്കില്ല. K അനിൽകുമാറൊക്കെ നിന്നാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന കാര്യം അറിയാം. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും ഇതുപോലെ ഉള്ള ഒതുക്കപ്പെട്ടവരെയൊക്കെ തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. അതുപോലെ പത്തനംതിട്ടയിലും ആലപ്പുഴയുടെ ചില ഭാഗങ്ങളിലും തോമസ് ഐസക്കിനെ കൂടി പങ്കെടുപ്പിക്കാനുള്ള തീരുമാനമുണ്ടെന്ന് അറിയുന്നു. ഇങ്ങനെ ജനങ്ങളെയും നേതാക്കളെയും സമൂഹത്തെയും ഒക്കെ പറ്റിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കാൻ ഒരുങ്ങുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ചും CPM. ജനങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങൾക്ക് G സുധാകരനെ നന്നായിട്ട് അറിയാം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള ആ ഒരു പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ തന്നെയാണ് CPM കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന് പറയുന്ന യാതൊരു നിലപാടില്ലാത്ത, യാതൊരു വ്യക്തതയും ജനാധിപത്യ മര്യാദയും നീതിബോധവും ഒന്നുമില്ലാത്ത ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു എന്നതിന്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് ഇതൊക്കെ തന്നെ. എല്ലാ തരത്തിലും പ്രീണിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, PR വർക്ക് നടത്തിക്കൊണ്ട്, ജനവിരുദ്ധത എങ്ങനെങ്കിലും മറച്ചുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട്, മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. മൂന്നാം തവണയും അധികാരത്തിലെത്താൻ വേണ്ട ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ പിന്നിൽ നടക്കുന്ന നിരവധി കളികൾ ഓരോന്നായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഓർക്കുക, ജനങ്ങൾ ഇതൊക്കെ കാണും, ജനങ്ങൾ മനസ്സിലാക്കും. പണ്ടത്തെ കാലമൊന്നുമല്ല, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയുന്നു. പ്രായമായവർ മുതൽ കൊച്ചുകുട്ടികൾ വരെ എല്ലാ കാര്യങ്ങളും അറിയുന്നു. അവർക്കൊക്കെ ബോധ്യം വരുന്നു. കിറ്റ് കൊടുത്തും അതുപോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടും ഇതുപോലെ G സുധാകരനെ പോലുള്ള നേതാക്കളെ കുട്ടിയടിച്ച് ഇറക്കിയും ഒക്കെ തന്നെ കളിക്കുന്ന കളികളൊക്കെ എവിടം വരെ കാണും അല്ലെങ്കിൽ എവിടം വരെ കളിക്കാൻ പറ്റും എന്നുള്ള കാര്യം വൈകാതെ തന്നെ മനസ്സിലാക്കും. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ നടക്കും. എല്ലായിടത്തും കൃത്യമായി മതവും ജാതിയും വർഗവും വർണ്ണവും ലിംഗവും ഒക്കെ നോക്കി ആളുകളെ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കും. ഇത് ജനാധിപത്യ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ പരാജയമായിട്ട് കൂടി കണക്കാക്കേണ്ടി വരും. ആ രീതിയിലാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇവിടെ മറ്റു കാര്യങ്ങളും പാർട്ടിക്ക് വേണ്ട കാര്യങ്ങളും ഏകാധിപത്യത്തിന് പിന്തുണ കൊടുക്കുന്നവരും ഒക്കെ തന്നെയാണ് CPM എന്ന പ്രസ്ഥാനത്തെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങോട്ട് അത് തന്നെയായിരിക്കും. ഇത് തന്നെയാണ് CPMന്റെ തകർച്ച. CPMന്റെ തകർച്ചയ്ക്ക് കാരണം ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ജനങ്ങളിൽ നിന്ന് അകന്നു, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തുടങ്ങി, പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങി. ഇവിടെ മത മേധാവിമാരെ പ്രീണിപ്പിച്ചുകൊണ്ട്, അവരുടെ കാലും കൈയും പിടിച്ചുകൊണ്ട്, അവരെ വിലക്കെടുത്തുകൊണ്ട്, സമുദായ നേതാക്കളെ വിലക്കെടുത്തുകൊണ്ട് നടത്തുന്ന ഇത്തരം നെറികെട്ട അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധം എന്ന് തന്നെ പറയേണ്ടി വരും അത്തരം കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് CPM. റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇനിയും വരും. ഇനിയും രാഷ്ട്രീയം ഒരുപാട് ചർച്ച ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് പരിശോധിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ഇതാ അടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇത്തരത്തിലുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. പലതരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ, രാഷ്ട്രീയ കളികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യസനത്തോടെ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നത്.